എവരിവൺ, സി ജി കെ ലെക്ചേഴ്സ് എന്ന നമ്മുടെ ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും എന്ന ഫിസിക്സ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവിധ തരത്തിലുള്ള അളവുകൾ, അവരുടെ യൂണിറ്റുകളും അവരെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽസ്, അതായത് അവരുടെ പ്രതീകമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നീളം എന്താണെന്നാണ്. ഇപ്പൊ നീളത്തിന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് വരുന്നത് മീറ്റർ ആണ്. ഈ ഒരു മീറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അവരുടെ പ്രതീകം അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് ചെറിയ ലെറ്റർ എം ആണ്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണല്ലേ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 10 സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് എത്ര സെന്റിമീറ്റർ വരും? 100 സെന്റിമീറ്റർ വരും. ഈ ഒരു 100 സെന്റിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. ഇനി ഈ 1 സെന്റിമീറ്റർ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു സെന്റിമീറ്റർ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെറിയ വരകൾ കാണാനായിട്ട് സാധിക്കും. ഈ വരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1 സെന്റിമീറ്ററിന്റെ അകത്ത് നമുക്ക് 10 വരകൾ 10 മില്ലിമീറ്റർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു 2 കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററിന് തുല്യമാണ്. അതായത് 10 മില്ലിമീറ്ററുകൾ ചേരുന്നതാണ് എന്ത്? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി പുതിയ നിർവചനം അനുസരിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, മീറ്റർ എന്നത് ശൂന്യതയിൽ പ്രകാശം 1/29,97,92,458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനിഷനോടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ പോലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പല സന്ദർഭങ്ങളിൽ നമ്മൾ സെന്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ് അല്ലെങ്കിൽ മൈക്രോമീറ്റേഴ്സ്, ആ മൈക്രോയുടെ സിമ്പിൾ ഇതാണ് കേട്ടോ, മൈക്രോമീറ്റേഴ്സ്, നാനോമീറ്റർ, അതായത് NM ആണ് അവരുടെ പ്രതീകം എന്ന് പറയുന്നത്, സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവരുടെ കൺവേർഷൻസ് നമ്മുടെ SCRT പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ 1 കിലോമീറ്റർ അതാണ് അളവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ മീറ്ററിലേക്ക് അതിന്റെ മൂല്യത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ആണ്. 10⁻³ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. ഇനി 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമ്മളത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻³ മീറ്ററിനെയാണ് നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഇനി മൈക്രോമീറ്റർ ആണെങ്കിൽ 10⁻⁻6 മീറ്റർ ആണ്. നാനോമീറ്റർ ആണെങ്കിൽ 10⁻⁻9 മീറ്റർ ആണ്. ഈ ഒരു മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ ഇവരെല്ലാം നിങ്ങൾ നോക്കിയാൽ ഈ 10⁻369 അങ്ങനെ ഒരു 3 വെച്ച് കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ അറിയേണ്ടത്, നമ്മുടെ ഗ്രഹങ്ങളിലെ നക്ഷത്രങ്ങളിലും ഒക്കെ നമ്മൾ ദൂരം അളക്കുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള യൂണിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെയാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് കേട്ടോ, AU എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. പിന്നീടുള്ളതാണ് പ്രകാശവർഷം, നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് പാർലാറ്റിക് സെക്കൻഡ്, അഥവാ നമ്മളിവിടെ പാർസെക് എന്ന് പറയും കേട്ടോ, PC എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 3 യൂണിറ്റുകളാണ് നമ്മൾ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ഒക്കെ ദൂരത്തെ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ ഇതിൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് PSCക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെന്റൻസ് ചോദിക്കാവുന്നതാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെ എന്താണ് പറയുന്നത്? എന്താണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന്. അടുത്ത അറിയേണ്ടതാണ് ലൈറ്റ് ഇയർ, പ്രകാശവർഷം എന്താണെന്നുള്ളത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഏകദേശം 1 സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഇനി ഒരു പാർസെക്കിനെ നമ്മൾ പ്രകാശവർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർസെക് എന്നത് 3.26 പ്രകാശവർഷം ആണെന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റുകളായിട്ട് തന്നിട്ട് തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളത് വളരെ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഈ രണ്ടാമത് വരുന്നതാണ് മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ മാസ് എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം മാറ്റർ, ദ്രവ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നുവോ അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഈ ഒരു മാസിന്റെ
യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ഗ്രാം അല്ല. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി കിലോഗ്രാമിനെ നമ്മൾ ചെറിയ കെ ജി എന്നാണ് നമ്മൾ അതിന്റെ സിമ്പൽ, അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ചെറിയ ലെറ്റർ കെ ജി എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പലതരത്തിലുള്ള അളവുകൾ നമുക്കുണ്ട് അല്ലെ. ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, നമ്മൾ ടെൻ എന്ന് പറയാറുണ്ട്, ഒരു ക്വിന്റൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനെല്ലാം കിലോഗ്രാമിലോട്ടുള്ള കൺവേർഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻⁻3 കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി കിൻഡൽ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമിനെയാണ് നമ്മൾ ഒരു കിൻഡൽ എന്ന് പറയുന്നത് കേട്ടോ. 100 കിലോഗ്രാം, 10⁻2 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്. എന്നാൽ 1000 കിലോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടൺ എന്ന് പറയുന്നത്. ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പൊ ഈ ഒരു കൺവേർഷൻസും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ നിന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് സമയം എന്നുള്ളത്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? സെക്കൻഡ് ആണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. ചെറിയ ലെറ്റർ എസ്, സെക്കൻഡിനെ നമ്മൾ ചെറിയ ലെറ്റർ എസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് ചെറിയ ലെറ്റർ എസ് ആണ്. നിങ്ങൾ അറിയേണ്ടത് സോളാർ ദിനം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ കൊടുക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് ഒരു ദിവസം അല്ലെ, അല്ലെങ്കിൽ അഥവാ അതിനെ സോളാർ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ സോളാർ ദിനം എന്ന് അറിയപ്പെടുന്നത്. ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ 1/86,400 ഭാഗമാണ് ഒരു സെക്കൻഡായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ 1/86,400 ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ 3 അടിസ്ഥാന യൂണിറ്റുകൾ പഠിച്ചു. എന്തിന്റെയൊക്കെയാണ്? നീളത്തിൻ്റെത് മീറ്റർ ആണെന്ന് പഠിച്ചു, മാസിൻ്റെത് കിലോഗ്രാം ആണെന്ന് പഠിച്ചു, സമയത്തിൻ്റെത് സെക്കൻഡ് ആണെന്ന് പഠിച്ചു. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട 7 അടിസ്ഥാന യൂണിറ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ ചുരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമ്മൾ ചുരുക്കി SI യൂണിറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 7 അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യം വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച നീളം തന്നെയാണ്. നീളത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ ആണ് ചെറിയ ലെറ്റർ M എന്ന് പറയുന്നത്. ഇനി മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചെറിയ ലെറ്റർ KG കൊണ്ടാണ്. ഇനി സമയത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ചെറിയ ലെറ്റർ S കൊണ്ടാണ്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ട്, അതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംബിയർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ A കൊണ്ടാണ്. ഇനി താപനില, ടെമ്പറേച്ചർ, നമുക്കറിയാം പലതരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഇതിൽ കെൽവിൻ ആണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എപ്പോഴും അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് മോൾ ആണ് കേട്ടോ. MOLE ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയുന്നത് MOL ആണ്. അവസാനത്തെ E വരത്തില്ല കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ പ്രതീകം എന്ന് പറയുന്നത്. ഇനി അവസാനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രകാശ തീവ്രത, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് നമ്മൾ പറയും. അവരുടെ യൂണിറ്റ് ആണ് കാൻഡില. കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ചെറിയ ലെറ്റർ CD കൊണ്ടാണ് കേട്ടോ. ഈ C ക്യാപിറ്റൽ ആയി കഴിഞ്ഞാൽ കാഡ്മിയമായിട്ട് മാറും. അത് കാഡ്മിയം മെറ്റൽ ആണ്, ഒരു ലോഹമാണ്. ഇത് രണ്ടും എന്താണ്? ചെറിയ ലെറ്റർ ആണ്, CD ആണ്. അങ്ങനെ 7 തരത്തിലുള്ള അടിസ്ഥാന അളവുകളും അവരുടെ യൂണിറ്റുകളും അവരുടെ സിമ്പിൾ അല്ലെങ്കിൽ പ്രതീകവും നിങ്ങൾ ഇന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് നിങ്ങൾ അറിയേണ്ട ഒരു ടേമാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ്. നമ്മൾ പഠിച്ച 7 അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാവുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് നമ്മൾ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അളവുകൾ അല്ലെങ്കിൽ പുതിയ യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം, ഒരു മുറിയുടെ നീളം 5 മീറ്റർ ആണ്, വീതി 4 മീറ്റർ ആണെങ്കിൽ ആ മുറിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ് അല്ലെ. അപ്പൊ നീളം 5 മീറ്റർ ആണ്, വീതി 4 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ പരപ്പളവ് എത്ര എന്ന് കിട്ടും? 20 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 5 ഗുണം 4 20 എന്ന് കിട്ടി. മീറ്റർ മീറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി പരപ്പളവിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ എടുത്ത നീളത്തിന്റെ യൂണിറ്റ് എടുക്കുക, വീതിയുടെ യൂണിറ്റ് എടുക്കുക. നീളത്തിന്റെ യൂണിറ്റ് എത്രയാണ്? മീറ്റർ ആണ്. വീതിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ നീളം ഗുണം വീതി എന്തെന്ന് കിട്ടും? മീറ്റർ സ്ക്വയർ ആണ് ആ ഒരു പരപ്പളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഡിറൈവ്ഡ് ഒരു വിൽപ്പന അളവാണ് എന്തെന്ന് പറയാം, ഒരു പരപ്പളവ് എന്ന് പറയുന്നത്. കാരണം അത് എന്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? അടിസ്ഥാന അളവായ നീളത്തിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് പരപ്പളവിന്റെ യൂണിറ്റ്. അതുകൊണ്ട് പരപ്പളവ് എന്താണ്? ഒരു വ്യുൽപ്പന്ന അളവാണ് എന്ന് നമുക്ക് പറയാം. പരപ്പളവിന്റെ യൂണിറ്റ് ആയ മീറ്റർ സ്ക്വയർ എന്താണ്? ഒരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ SI യൂണിറ്റുകളെ സംബന്ധിച്ച്, SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അപ്പൊ SI യൂണിറ്റുകളെ സംബന്ധിച്ച് ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു 3-4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് SI യൂണിറ്റുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് PSCക്ക് ചോദിക്കാം. അപ്പം ഏകീകൃത യൂണിറ്റ് ആണ് എന്ന് വെച്ചാൽ എന്താണ്? എവിടെ പോയാലും, നിങ്ങൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും എവിടെ ആയാലും എന്താണ്, അവർ ഈ ഒരു സിസ്റ്റം ആയിരിക്കും, ഈ ഒരു യൂണിറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഏകീകൃത യൂണിറ്റ് ആണെന്ന് പറയുന്നത്. അതിന് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് അല്ലെ. എല്ലായിടത്തും ഒരേ യൂണിറ്റ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തരാണ്. അതായത് ബാക്കി എല്ലാ തരത്തിലുള്ള അളവുകളും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ 3 സവിശേഷതകൾ മനസ്സിലാക്കണം. എന്താണ്? ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാനായിട്ട് പ്രാപ്തരായ യൂണിറ്റുകളാണ് എന്തെന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വ്യാപ്തവും സാന്ദ്രതയുമാണ്. എന്താണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ? വോളിയമാണ് അല്ലെ. ഇംഗ്ലീഷ് നമ്മൾ വോളിയം എന്ന് പറയും. സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറയും. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാപ്തം എന്താണെന്നാണ്. അപ്പം വ്യാപ്തം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നമ്മുടെ ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ വരുന്ന അടിസ്ഥാന യൂണിറ്റുകളിൽ വരാത്ത ഒരാളാണ് എന്തെന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു 7 യൂണിറ്റ് പഠിച്ചതിന്റെ അകത്ത് വരാത്ത ആളാണ് വ്യാപ്തവും സാന്ദ്രതയും. അപ്പൊ ഇവരെന്താണ്? മിക്കവാറും ഇവര് ഡിറൈവ്ഡ് അളവുകളാണ് അല്ലെ. നമ്മൾ അവരെ വ്യുൽപ്പന്ന അളവുകളായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ നമുക്ക് അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്ന വസ്തു എനിക്ക് ഇരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലത്തിന്റെ അളവിനെയാണ് എന്റെ വ്യാപ്തം അല്ലെങ്കിൽ എന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കട്ട എടുക്കുകയാണ്, ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു കട്ടയ്ക്കുള്ളത് എന്താണ്? നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് അല്ലെ. അങ്ങനെ നീളം, വീതി, ഉയരം ഉള്ള ഒരു വസ്തുവിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നീളം ഗുണം വീതി ഗുണം ഉയരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കട്ടയുടെ നീളം 0.2 മീറ്റർ ആണ്, വീതി 0.01 മീറ്റർ ആണ്, ഉയരം 0.05 മീറ്റർ ആണെങ്കിൽ അവരുടെ വ്യാപ്തം എത്ര ആയിരിക്കും എന്ന് നമ്മുടെ SCERT ടെസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇവരെ 3 കൂടെ നമ്മൾ എന്ത് ചെയ്താൽ ഗുണിച്ചാൽ മതി. ഇവരെ 3 കൂടെ നമ്മൾ ഗുണിച്ച് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു വ്യാപ്തത്തിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നീളത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. വീതിയുടെ യൂണിറ്റ് എന്താണ്? അതും മീറ്റർ ആണ്. ഉയരത്തിന്റെ യൂണിറ്റ് എന്താണ്? അതും മീറ്റർ ആണ്. അപ്പൊ 3 മീറ്റർ ഗുണിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? മീറ്റർ ക്യൂബ് ആണ് എന്തെന്ന് പറയുന്നത് വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണോ? ആണ്. കാരണം എന്താണ്? ഈ ഒരു നീളം ആയ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ആളാണ് ഇത് അല്ലെ, ഈ വ്യാപ്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഒരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി സാന്ദ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം, നമ്മൾ നേരത്തെ പഠിച്ച മാസിനെ അല്ലെ, നമ്മൾ പഠിച്ച മാസിനെ അതിന്റെ വ്യാപ്തം കൊണ്ട് നമ്മൾ ഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വസ്തുവിന്റെ സാന്ദ്രത നമുക്ക് കിട്ടും. അതിന്റെ മാസിനെ അതിന്റെ വ്യാപ്തം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സാന്ദ്രത എന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ച മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം പെർ
മീറ്റർ ക്യൂബ് ആണ് അല്ലെ. കിലോഗ്രാം ഭാഗം മീറ്റർ ക്യൂബ് ആണ് എന്തെന്ന് പറയുന്നത് സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ, ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് പലതരത്തിലുള്ള യൂണിറ്റുകൾ PSC തന്നിട്ട് അതിൽ തെറ്റായ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഒരു നിയമങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ ഒന്നാമത്തെ നിയമമാണ് യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ, സിമ്പിൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാല ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയപ്പോൾ അതിന്റെ പ്രതീകം എഴുതിയത് എന്താണ്? ചെറിയ ലെറ്റർ M കൊണ്ടാണ് എഴുതിയത്. എന്നാൽ സെക്കൻഡ് അല്ലെ, സെക്കൻഡ് എഴുതിയത് എങ്ങനെയാണ്? ചെറിയ ലെറ്റർ S കൊണ്ടാണ് നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതിയത്. കിലോഗ്രാം എങ്ങനെയാണ്? ചെറിയ ലെറ്റർ K, ചെറിയ ലെറ്റർ G, അതാണ് കിലോഗ്രാം അല്ലെ. അപ്പൊ അതിന്റെ പ്രതീകങ്ങൾ നമ്മൾ എഴുതിയപ്പോൾ എപ്പോഴും ചെറിയ ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാറുണ്ട്. അതായത് അതൊരു വ്യക്തിയുടെ പേരിൽ നിന്ന് ഉടലെടുത്ത യൂണിറ്റുകളാണ്. ചിലർ കണ്ടുപിടിച്ച കാര്യങ്ങളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ പേരുകൾ യൂണിറ്റ് ആയിട്ട് നൽകാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം നിങ്ങൾ അറിയേണ്ടത്, വ്യക്തിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന വ്യക്തി. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അളവാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അലക്സാൻഡ്രോ വോൾട്ടയുമായി ബന്ധപ്പെട്ട അളവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ വോൾട്ട കണ്ടുപിടിച്ചതിന്റെ അതിനെ നമ്മൾ വോൾട്ട് എന്നാണ് യൂണിറ്റ് എന്ന് പറയുന്നത്, വോൾട്ട്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചെറിയ വി അല്ല, എന്താണ്? ക്യാപിറ്റൽ വലിയ വി കൊണ്ടാണ് നമ്മൾ അവരുടെ പ്രതീകം റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതൊരു വ്യക്തിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട അളവാണ്, അതിന്റെ യൂണിറ്റ് ആണ്. ഇനി നമ്മൾ അറിയേണ്ടത് ബ്ലേസ് പാസ്കൽ അല്ലെ, നിങ്ങൾക്കറിയാം പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. അത് ബ്ലേസ് പാസ്കൽ എന്ന വ്യക്തിയുടെ ബഹുമാനാർത്ഥം കൊടുത്ത യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പി എപ്പോഴും നമ്മൾ എന്താണ് ക്യാപിറ്റൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. പി ക്യാപിറ്റലും ചെറിയ ലെറ്റർ എയുമാണ് എന്ന് പറയുന്നത് പാസ്കൽ എന്ന്. ഇനി സർ ഐസക് ന്യൂട്ടന്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ബലം എന്ന അളവ് അല്ലെ, ഫോഴ്സിന് നമ്മൾ ന്യൂട്ടൺ എന്ന യൂണിറ്റ് കൊടുത്തത്. അപ്പൊ ന്യൂട്ടൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതൊരു വ്യക്തിയുടെ പേരുമായിട്ട് ഉടലെടുത്ത യൂണിറ്റുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു പ്രതീകം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ്, പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേരെഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രതീകമല്ല, എന്താണ്? യൂണിറ്റ് ആണ് അല്ലെ. ന്യൂട്ടൺ എന്ന് പറയുന്നതും എന്താണ്? യൂണിറ്റ് ആണ്, അതിന്റെ സിമ്പൽ അല്ല, അതിന്റെ പ്രതീകമല്ല. അങ്ങനെ നമ്മൾ യൂണിറ്റ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കണം? ചെറിയ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂട്ടൺ എഴുതേണ്ടത്. പക്ഷെ ഇവരുടെ പ്രതീകം എഴുതുമ്പോൾ അല്ലെങ്കിൽ സിമ്പൽ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ കെയും ക്യാപിറ്റൽ എന്നും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നാലാമത്തെ നിയമമാണ് പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും നമ്മൾ കിലോഗ്രാം എന്ന് പറയത്തില്ല, കിലോഗ്രാംസ് എന്ന് നമ്മൾ പറയത്തില്ല കേട്ടോ. നമ്മൾ 10 കിലോഗ്രാം എന്നേ പറയത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ കിലോഗ്രാം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്താണ്? അത് കിലോഗ്രാംസ് എന്ന് പറയുമെന്ന് വിചാരിക്കും, 10 കിലോഗ്രാംസ് എന്ന് പറയുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ എന്താണ്? 10 കിലോഗ്രാം 10 kg എന്നേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് ഉള്ളൂ. 75 സെന്റിമീറ്റർ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളൂ, 75 സെന്റിമീറ്റേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് ഇല്ല. അപ്പൊ ഇതും കൂടെ നിങ്ങളിന്ന് അറിഞ്ഞിരിക്കട്ടെ. പ്രതീകങ്ങളുടെ ബഹുവചനം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി അഞ്ചാമത്തെ നിയമം നിങ്ങൾ അറിയേണ്ടതാണ്, ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വളരെ ഈസിയാണ്. മേശയുടെ നീളം 75 സെന്റിമീറ്റർ ആണ്. ഈ ഒരു 75 സെന്റിമീറ്ററിന് ശേഷം നമ്മൾ എന്ത് ചെയ്യരുത്? കുത്തോ കോമയോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. എന്നാൽ മേശയുടെ നീളം 75 സെന്റിമീറ്റർ ഡോട്ട് ആണ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താണ്? തെറ്റാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്യത്തിന്റെ അവസാനം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഒരു ഡോട്ട് ഇടാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ 75 സെന്റിമീറ്റർ ആണ് എന്നുള്ളതിന്റെ അവിടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡോട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യരുത്? ആ ഡോട്ട് ഇടരുത്. ആറാമത്തെ ആ ഒരു നിയമമാണ്, വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വര ഉപയോഗിക്കുന്നു. ഒരു വ്യുൽപ്പന്ന യൂണിറ്റ് ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല.
അപ്പൊ നിങ്ങൾ അറിയേണ്ട, നേരത്തെ നമ്മൾ പഠിച്ച വ്യാപ്തത്തിന് നമ്മൾ അതിന്റെ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് എന്താ പറഞ്ഞത്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെ, കിലോഗ്രാം ഭാഗം മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു ചരിഞ്ഞ വരെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. നമ്മൾ ആ ഒരു വ്യാപ്തത്തിന്റെ പാർട്ട് പഠിച്ചപ്പോൾ നമ്മൾ കിലോഗ്രാം ഭാഗം മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വര മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു വിൽപ്പന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് നമ്മൾ നോക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് പകരം സെക്കൻഡ് സ്ക്വയറിനെ സെക്കൻഡ് ഇങ്ങനെ ഇട്ട് എഴുതാനായിട്ട് പാടില്ല. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. നമുക്ക് ഒരു ചരിഞ്ഞ വര മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അടുത്ത നിങ്ങൾ അറിയേണ്ടതാണ് ഏഴാമത്തെ നിയമം. മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. അതായത് നമ്മളൊരു വ്യുൽപ്പന്ന യൂണിറ്റ് എഴുതുമ്പോൾ, ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് നമ്മൾ എഴുതുമ്പോൾ അവരെ നമ്മൾ ബാക്കി യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ടാണ് എഴുതുന്നതെങ്കിൽ, ഇവിടെ നോക്കിയ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ ഒരു ഗുണിതമാണ് അല്ലെ. ഇങ്ങനെ ഗുണിതങ്ങളായിട്ടാണ് എഴുതുന്നതെങ്കിൽ അവരുടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പേസ് കൊടുക്കുക. എട്ടാമത്തെ നിയമം എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഇടകലർത്തി എഴുതരുത്. അതായത് നമ്മളൊരു ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ അവരുടെ പ്രതീകവും അതേപോലെ തന്നെ അവരുടെ യൂണിറ്റിന്റെ പേരും എന്ത് ചെയ്യരുത്, മിക്സ് ആക്കി എഴുതരുത്. അപ്പൊ ഇവിടെ നോക്കിയാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. നോക്കി, കിലോഗ്രാം എന്ന് പറയുന്ന kg എന്ന് പറയുന്നത് എന്താണ്, മാസിന്റെ പ്രതീകമാണ്. പെറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ചരിഞ്ഞ വര കൊണ്ടാണ് നമ്മൾ പെർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതും എന്താണ്, പ്രതീകമാണ്. മീറ്റർ ക്യൂബും എന്താണ്, വ്യാപ്തത്തിന്റെ പ്രതീകമാണ്. മൂന്നും പ്രതീകമായതുകൊണ്ട് തന്നെ ഇതെന്താണ്, കറക്റ്റ് ആണ്. ഇനി അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും, കിലോഗ്രാം പെർ എന്ന് എഴുതണം കേട്ടോ. കാരണം ഇതെന്താണ്, വര മാറിയിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താണ് പറയും, പെർ ക്യൂബിക് മീറ്റർ. അത് ശരിയായതാണ്. ഇവിടെ നോക്കി, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ, ഇത് തെറ്റെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, കിലോഗ്രാം എന്താണ്, ഒരു പ്രതീകമാണ്. ഈ ഒരു ചരിഞ്ഞ വര എന്താണ്, പെറിന്റെ പ്രതീകമാണ്. പക്ഷെ ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, പ്രതീകമല്ല അല്ലെ, അത് യൂണിറ്റ് ആണ്. അപ്പൊ പ്രതീകവും യൂണിറ്റും മിക്സ് ആക്കി എഴുതാൻ പാടില്ല. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. നീ നോക്കി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം എന്താണ്, യൂണിറ്റ് ആണ്. പെർ എന്താണ്, യൂണിറ്റ് ആണ്. മീറ്റർ ക്യൂബ് എന്താണ്, പ്രതീകമാണ് അല്ലെ. അപ്പൊ ഇത് വീണ്ടും എന്തായി, മിക്സ് ആയിട്ട് വന്നപ്പോൾ തെറ്റാണ്. ഇനി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഇത് നോക്കിയേ, കിലോഗ്രാം എന്താണ്, പ്രതീകമാണ്. പെർ എന്താണ്, യൂണിറ്റ് ആണ് അല്ലെ, ചരിഞ്ഞ വരയാണ് പ്രതീകം എന്ന് പറയുന്നത്. ഇനി മീറ്റർ ക്യൂബ് എന്താണ്, അതും പ്രതീകമാണ്. അപ്പൊ മിക്സ് ആയിട്ട് വന്നത് ഇതെന്താണ്, തെറ്റാണ്. ഇവിടെ നോക്കി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം എന്താണ്, യൂണിറ്റ് ആണ്. പെർ എന്നുള്ള ചരിഞ്ഞ വര എന്താണ്, പ്രതീകമാണ്. മീറ്റർ ക്യൂബ് എന്താണ്, പ്രതീകമാണ്. അപ്പൊ യൂണിറ്റും പ്രതീകത്തോടെ വീണ്ടും മിക്സ് ആക്കി വന്നപ്പോൾ അതെന്താണ്, തെറ്റാണ്. അപ്പൊ ഇതും നിങ്ങൾക്ക് അതേപോലെ അറിയാൻ പറ്റും, എന്താണ്, ഇവിടെ ഒരു യൂണിറ്റ് തന്നിട്ടുണ്ട്, പ്രതീകം തന്നിട്ടുണ്ട്, യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ മിക്സ് ആണ് എന്താണ്, തെറ്റാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മിക്സ് ആക്കി എഴുതാൻ പാടില്ല. യൂണിറ്റ് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാം യൂണിറ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാം അതിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ ആയിട്ട് എഴുതുക. ഇനി ഒമ്പതാമത്തെ നിയമമാണ്, അളവുകളുടെ മൂല്യവുമായി ചേർന്ന് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ്. അതായത് നമ്മൾ 273 കെൽവിൻ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ അല്ലെ. അപ്പൊ 273 കെൽവിൻ നമ്മൾ എഴുതുമ്പോൾ അവരുടെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു സ്പേസ് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവൂ എന്നാണ് പറയുന്നത്. ഇനി 273 കെൽവിൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെന്താണ്, തെറ്റാണ്. 100 മീറ്റർ എന്ന് എഴുതുമ്പോൾ 100 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു സ്പേസ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, അത് കറക്റ്റ് ശരിയായിട്ട് വരത്തുള്ളൂ. 100 മീറ്റർ ഇങ്ങനെ എഴുതിയ എന്താണ്, തെറ്റാണ്. ഇനി 10ാമത്തതും അവസാനത്തതുമായ നിയമമാണ്, ഒരു അളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. അതായത് നമ്മൾ 10.25 മീറ്റർ എന്ന് ഉപയോഗിച്ചു അല്ലെ. അപ്പൊ ഇതെന്താണ്, ഒരളവാണ്. 10.25 മീറ്റർ എന്ന് ഉപയോഗിച്ചു. അത് ഒരളവ്, മീറ്റർ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ 10 മീറ്റർ 25 സെന്റിമീറ്റർ എഴുതുന്നത് എന്താണ്, തെറ്റാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു നിയമത്തിൽ എന്താണ്, ഇത് തെറ്റാണ്. നിയമ അടിസ്ഥാനത്തിൽ എന്താണ്, ഈ ഒരു റെപ്രസെന്റേഷൻ എന്താണ്, തെറ്റാണ്. നമ്മൾ ഒന്നുകിൽ സെന്റിമീറ്ററിൽ മാത്രം റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ മീറ്ററിൽ മാത്രം റെപ്രസെന്റ് ചെയ്യുക. അല്ലാതെ 10 മീറ്റർ 25 സെന്റിമീറ്റർ എന്ത് ചെയ്യരുത്, റെപ്രസെന്റ് ചെയ്യരുത്. 10.25 മീറ്റർ എന്ന് വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ NCERT-യിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നിയമങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എക്സാംസ് കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 8ാം ക്ലാസ്സിലെ NCERT ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, യൂണിറ്റുകളും അളവുകളും എന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മുടെ ചാപ്റ്റർ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.